നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് മാർച്ച് 3-ാം തീയതി ചന്ദ്രഗ്രഹണമാണ്. ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ചന്ദ്രഗ്രഹണം ഈ പറയുന്ന രാശിക്കാരെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം 2026 മാർച്ച് 3-ാം തീയതിയാണ് ചന്ദ്രഗ്രഹണം. കൊല്ലവർഷം 1201 ആണ്ട് കുംഭം 19-ാം തീയതി. ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ചെറിയ മാറ്റങ്ങളും വലിയ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്ന രാശിക്കാരെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആൾക്കാർക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ്. എന്തായാലും അറിയാൻ ആഗ്രഹിക്കുന്നവർ അറിയട്ടെ എന്നുള്ളത് കൊണ്ടാണ് ചാനലൊന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ 2026 മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണം നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണ ദിനം മേടം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും. ചന്ദ്രഗ്രഹണം കൊണ്ട് ആ ദിവസം മുതൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് അത് ഏറ്റവും ഗുണകരമായിട്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അതായത് വളരെയധികം സാമ്പത്തിക മേന്മ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് തുടക്കമിടാൻ സാധിക്കും. നടന്നുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ഇവർക്ക് വിജയത്തിലെത്തിക്കാൻ ഈ സമയം സാധിക്കുന്നതായിരിക്കും. ഇതിൽ മിക്കവാറും ആൾക്കാർക്ക് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ജാതകവശാൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ജാതകത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ പല ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാണെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കരിയറിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ വിവാഹമാകാത്തവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ഏത് കാര്യത്തിലും ഒരു വിജയമുണ്ടാകും മേടൻ രാശിക്കാർക്ക് എന്നുള്ളതാണ് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. വളരെയധികം ഗുണാനുഭവങ്ങളായിരിക്കും മേടൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ചന്ദ്രഗ്രഹണം കൊണ്ട്. മാർച്ച് 3-ാം തീയതി വൈകുന്നേരത്ത് നടക്കുന്ന ഗ്രഹണത്തിൽ ഏറ്റവും നല്ല ഗുണങ്ങൾ തന്നെയായിരിക്കും ഈ മേടൻ രാശിക്കാർ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിൽ ജാതകവശാൽ നമ്മുടെ ജനന സമയം മുതൽ ഉള്ള ആ ഒരു ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളൊക്കെ നല്ല അനുകൂലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. മേടൻ രാശിക്കാർക്ക് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഈ ചന്ദ്രഗ്രഹണത്തെ നേരിടാം. അടുത്ത ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണം പല വിധത്തിലുള്ള ഗുണങ്ങളായിരിക്കും കൊണ്ടുവരിക. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവും. മാത്രമല്ല നിങ്ങളുടെ പ്രണയത്തിലും സൗഹൃദത്തിലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കും. സാമ്പത്തിക മേന്മയുണ്ടാകും. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കും നടന്നു കിട്ടുക. നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുകൂലമായി വരുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്നവർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടും അനുഭവിക്കാൻ സാധ്യത. മറ്റു രാശിക്കാർക്ക് ഇല്ല എന്നുള്ളതല്ല, ഇതിൽ ഉള്ളവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ജാതകത്തിലെ അനുകൂലമായ മാറ്റങ്ങൾ നിന്ന് വ്യത്യസ്തമുണ്ടാവും. അതായത് ജാതകത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ
ആരോഗ്യകരമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ സമയത്ത് കഴിയുമെന്നുള്ളതാണ്. ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന പല ജോലികൾക്ക് ശ്രമിക്കുന്നവരുണ്ടാകാം. PSC എഴുതിയിട്ടോ, എംപ്ലോയ്മെന്റിലോ, അല്ലെങ്കിൽ വിദേശത്തോ, പ്രൈവറ്റ് ജോലികളോ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി നിങ്ങൾക്ക് ഈ സമയം കിട്ടും, അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന പല ഗുണങ്ങളും ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. സാമ്പത്തിക മേന്മയുണ്ടാകും. പ്രതീക്ഷിക്കാത്ത മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തികം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, കിട്ടാക്കടമായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനും കൂടി ഈ ചന്ദ്രഗ്രഹണം നിങ്ങളെ സഹായിക്കും. എന്തായാലും ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാ ശുഭാനുഭവങ്ങളും ഈ ചന്ദ്രഗ്രഹണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത രാശി, അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അവസാന അരഭാഗം, ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും തന്നെയാണ് ഇവരെ പ്രധാനമായിട്ടും കാത്തു നിൽക്കുന്നത്. സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നിങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിന് നിങ്ങൾക്ക് ശക്തിയും ബലവും നിങ്ങൾക്ക് ഉണ്ടാകും. സാമ്പത്തിക മേന്മ ഉണ്ടാകും. അതുപോലെ തന്നെ സമ്പത്ത് ഈ ഒരു സമയം നിങ്ങളുടെ കൈകളിൽ എത്തും, വർദ്ധിക്കും. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് വെച്ചാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് വരുമാനം കൂടും എന്നുള്ളതാണ്. നമ്മുടെ യോഗ്യതയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വലിയ വലിയ ലാഭങ്ങളും, ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ലാഭങ്ങളും നിങ്ങൾ തേടിയെത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശത്തു നിന്നും വരുമാനം കിട്ടാൻ ഉള്ളവർക്ക് അത് വർദ്ധിക്കും. അത് കിട്ടാത്തവർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ജോലിയിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പല ജോലികളിലും നിങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ ജോലി മാറാൻ, നിലവിലുള്ള ജോലിയിൽ നിന്നൊരു മേന്മ ഉണ്ടാവുക, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് സാധിക്കും. കാരണം വെറുതെ പറയുകയല്ല, നിങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന പലരും ഉണ്ടാവാം ജോലിയിലൊക്കെ. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബാണ്, ഇവിടുന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് മാറ്റം വേണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബാണ്, അത് നിന്നൊരു മാറ്റം എനിക്ക് കിട്ടണം, വേറെ ഒരു കുറച്ചുകൂടി ഉയർന്നിട്ടോ, അല്ലെങ്കിൽ ഒരു പദവി ഉയർന്നിട്ടോ, സാമ്പത്തിക ശമ്പളം ഉയർന്നിട്ടോ, അങ്ങനെ, അല്ലെങ്കിൽ സ്ഥലം മാറി കിട്ടാൻ, വീടിന്റെ അടുത്തേക്കൊക്കെ മാറി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ശ്രമിച്ചാൽ അതിന് സാധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, അര, അതുപോലെ ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും അനുകൂലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് അവരുടെ ആ പിണക്കൊക്കെ മാറി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാൻ അവസരം വരും. അതിനുള്ള യോഗം കാണുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന യോഗമാണ് കാണുന്നത്. പലതും ദോഷമായി വന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. എന്തായാലും അടുത്ത രാശി നോക്കാം. അടുത്തതായിട്ട് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും വിട്ടത്തിന്റെ ആദ്യ അരഭാഗം ചേർന്ന മകരക്കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ലാത്ത അനുഭവമാണ്. കാരണം ചന്ദ്രഗ്രഹണം ഈ സമയം എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ശക്തിയും ധൈര്യവും, അതായത് മനോധൈര്യം ഉണ്ടാവും. അതിനുള്ള ഗുണങ്ങളും വന്നു ചേരും, അതിനുള്ള സമ്പത്ത് വന്നു ചേരും. എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, കുടുംബങ്ങളിലെ ഐക്യം നിലനിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനങ്ങൾ അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ പ്രണയിക്കുന്നവർക്ക് ആ വിവാഹത്തിലേക്ക് എത്തിക്കാൻ, അല്ലെ വിവാഹത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ചന്ദ്രഗ്രഹണം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. പല പ്രണയങ്ങളും വിവാഹത്തിലേക്ക് എത്തും എന്നുള്ളതിന് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ
വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പല തടസ്സങ്ങളാൽ നീണ്ടുപോകുന്നവർക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താം. അത് അനുകൂലമായിട്ട് തന്നെ വരും. ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ പഠനത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഈ മകര രാശിക്കാർക്ക്. ചന്ദ്രഗ്രഹണം കൊണ്ട് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും, എല്ലാ ഗുണങ്ങളായിരിക്കും ഈ മകര രാശിക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണ ദിനം മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അതായത് മാർച്ച് 3-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഗുണങ്ങൾ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ആവശ്യമില്ല. ചന്ദ്രഗ്രഹണം കൊണ്ട് മകര രാശിക്കാർക്ക് ഏറ്റവും ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമായ പല ഘട്ടങ്ങളും താണ്ടി ജീവിത പുരോഗമനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്ന അവിട്ടത്തിന്റെ അവസാന അരഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗം ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണം ഏറ്റവും അനുകൂലമായി വരുന്നതായിരിക്കും. ഇവർ പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഈ സമയം പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ സമയമായിരിക്കും, അനുകൂലമായ സമയമായിരിക്കും. അത് വിവാഹത്തിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ വിദേശ പഠനവും വിദേശ യാത്രയും ഒക്കെ അനുകൂലമായി വരുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി ഇവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അത് അനുകൂലമായിട്ട് തന്നെ വരുന്നതായിരിക്കും. അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ചവർക്ക് അത് ലാഭസാധ്യത കൂടുതലാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെച്ചമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയിൽ നേട്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ബിസിനസ് യാത്രകൾക്കൊക്കെ അത് അനുകൂലമായ സമയമായിരിക്കും. കാരണം വിദേശത്തൊക്കെ പോയി ബിസിനസ് സംബന്ധമായ അത് സ്ഥിരമായിട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മികച്ചതാവാം. ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, അതായത് എംപ്ലോയ്മെന്റുകളിലോ അതേപോലെ PSC സംബന്ധമായ ജോലികൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. പുതിയ ജോലിയിൽ കയറാൻ സാധിക്കുന്ന സമയമായിരിക്കും. നിലവിൽ ജോലിയിൽ ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും, അതിൽ ഗുണങ്ങളുണ്ടാകും. സമ്പത്ത് വർദ്ധിക്കാനും ശമ്പള വർധനവും ഉണ്ടാവാനൊക്കെ കാണുന്ന ഒരു സമയം കൂടിയാണ് ചന്ദ്രഗ്രഹണം കൊണ്ട് ഇവർക്ക് കുംഭം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ കുംഭം രാശിക്കാർക്കും ഏറ്റവും ഗുണങ്ങൾ ഉണ്ടാകും ചന്ദ്രഗ്രഹണം കൊണ്ട്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങളായിരിക്കും നടക്കുക. പ്രണയിക്കുന്നവർക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. ബാങ്ക് ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചവർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് കുംഭരാശിക്കാർക്ക്. അതിനുള്ള നിങ്ങളുടെ പേപ്പറുകളൊക്കെ കൃത്യമായി മുന്നോട്ട് പോയാൽ ആ ലോണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും കുംഭരാശിക്കാർക്ക് എല്ലാ ശുഭാനുഭവങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനലിലൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.